Hello friends, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബജാജ് EMI കാർഡ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി പ്രോസസ് ആണ്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ബജാജ് EMI കാർഡിന്റെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ബജാജ് EMI കാർഡ് ഒരു 5-6 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിലെ എക്സ്പീരിയൻസിലാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ അപ്ലൈ പ്രോസസ്സ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് നമുക്ക് കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽസ് അവരുടെ എങ്ങനെ ചെയ്യേണ്ടത്. ഈസി പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മുടെ പാൻ കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഇതൊക്കെ സംഭവം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ആക്ച്വലി ഒരു ഇനീഷ്യൽ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. 570 സംതിങ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ഇനീഷ്യൽ ചാർജ് ഇപ്പോൾ കാർഡ് കിട്ടാണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത് ഫിസിക്കൽ കാർഡ് ഇപ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് കാലമായിട്ട് അവർ ഫിസിക്കൽ കാർഡ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫുള്ളി ഡിജിറ്റൽ കാർഡാണ്. നമുക്ക് കടയിൽ പോയിട്ട് ഇവിടെ നമ്മുടെ ജസ്റ്റ് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബജാജ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇമെയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഓൺലൈനും ഓഫ്ലൈനിലും എല്ലായിടത്തും വാങ്ങിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 99% എല്ലാ മോസ്റ്റ് കടകളിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്, അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ നമുക്ക് 2 ലക്ഷം വരെ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 80,000 ആണ് ലിമിറ്റ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നോ കോസ്റ്റ് EMI ആയത് തന്നെ വേറെ സ്പെഷ്യാലിറ്റി വരുന്നത്. ഇപ്പോൾ പക്ഷേ നമുക്ക് ടെന്യൂറൊക്കെ കൂട്ടിയിട്ടുണ്ട്. പണ്ട് നമുക്ക് ഒരു 9 മാസം വരെയൊക്കെ കിട്ടാറുള്ളൂ. ഇപ്പോൾ നമുക്ക് പക്ഷേ 24 മാസം വരെയൊക്കെ ടെന്യൂർ കൊടുക്കുന്നുണ്ട്, അതായത് EMI മന്ത്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ഉള്ള സംഭവം തന്നെയായിരിക്കും. നമുക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള നമുക്ക് കാർഡ് കിട്ടാനുള്ള ഒരു ചാർജ് വരുന്നുണ്ട്. ബാക്കി വേറെ ആനുവൽ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കൊരു 127 രൂപ സംതിങ് ചാർജ് പിടിക്കുന്നുണ്ട് അവർ കേട്ടോ. പിന്നെ നമുക്ക് നോർമൽ വരുന്ന ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡിലായാലും നമുക്ക് വരാവുന്ന പ്രോസസ്സിംഗ് ചാർജ് ഒരു 120 രൂപ റേഞ്ച് നമുക്ക് ഓരോ ലോൺ എടുക്കുമ്പോൾ അതിൽ നിന്ന് പിടിക്കും. വേറെ എക്സ്ട്രാ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും പറയാം. ഞാൻ എന്തായാലും കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ചാനൽ. അപ്പോൾ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾ URL ഉണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ പറയണതിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ആക്ച്വലി നോർമൽ സംസാരിക്കുന്ന സ്പീഡാണ്. അപ്പോൾ ഞാനത് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് കയറി അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ലിങ്ക് ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഡയറക്റ്റ് ഈ വെബ്സൈറ്റിലേക്കാണ് എത്തട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ബജാജ് ഫിൻസർവിൻ്റെ EMI കാർഡിൻ്റെ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്ത നമ്പർ കൊടുക്കുക, കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഗെറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. വേറെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. ഇത് EMI കാർഡിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സംഭവത്തിൽ നിന്നൊക്കെ ഇത് ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. വിജയ് സെയിൽസ്, ക്രോമ, റിലയൻസ് ഡിജിറ്റൽ, ബജാജ്. ഇതിൽ നമുക്ക് ഓഫ്ലൈനിലും പറ്റും കേട്ടോ. ഹോം ടൗണിൽ ബജാജ് മോളിലുണ്ട്, ഇവർക്ക് EMI സ്റ്റോർ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മേക്ക് മൈ ട്രിപ്പ്, ബിഗ് ബസാർ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ വേറൊരു സൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3.2 മില്യൺ കാർഡ് യൂസേഴ്സ് ഓൾറെഡി ഇവർക്ക് ഉണ്ട്. 1 മില്യൺ പ്ലസ് പ്രോഡക്റ്റ് നമുക്ക് ഇതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റും. 1000+ EMI സ്കീംസ് ഉണ്ട്. 0 ഡൗൺ പേയ്മെൻറ്റ് ഓഫർ ഉണ്ട്. എൻഡ് ടു എൻഡ് ഓൺലൈനാണ് എല്ലാം വരുന്നത്. അതുപോലെ നോ ഡോക്യുമെൻറ്റ് റിക്വയർഡ്. ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ഡോക്യുമെൻറ്റ്സ് അത് കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ നമുക്ക് സാലറി സ്ലിപ്പ് അങ്ങനെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ 1.2 lakh പ്ലസ് സ്റ്റോർസ്, ഓഫ്ലൈൻ സ്റ്റോർസ് നമുക്ക് പറ്റും. 3000+ സിറ്റീസിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. ബജാജ് ബോളിൽ ഉപയോഗിക്കാം, ആമസോണിൽ ഉപയോഗിക്കാം, മേക്ക് മൈ ട്രിപ്പിൽ ഉപയോഗിക്കാം, വിജയ് സെയിൽസിൽ ഉപയോഗിക്കാം, ടാറ്റ ക്രോമയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിലയൻസ് ഡിജിറ്റലിൽ ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓൺലൈൻ്റെ കാര്യം ഞാൻ പറയണത് എവരിത്തിങ് ഓൺ EMI നമുക്ക് EMI നോ കോസ്റ്റ് EMIയിലാണ് മോസ്റ്റ് എല്ലാം കിട്ടുക. അതുപോലെ തന്നെ ലോവർ EMI സ്പെഷ്യൽ സ്കീംസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 0 ഡൗൺ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ കേട്ടോ. 1.2 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡോക്യുമെൻ്റ് ഒക്കെയുള്ള നമുക്ക് ഇന്ത്യനായിരിക്കണം, 21 to 65 ഇടയിലായിരിക്കണം ഏജ് ലിമിറ്റ് വരുന്നത്. റെഗുലർ സോഴ്സസ് ഇൻകം, പക്ഷേ നമുക്ക് ഇതിന് പ്രൂഫ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് പാൻ കാർഡ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, ഒരു ക്യാൻസൽ ചെക്ക് വേണം, സൈൻഡ് ECS മാൻഡേറ്റ് വേണം. അതായത് നമുക്ക് നമ്മുടെ മന്ത്ലി നമുക്ക് EMI നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കാനുള്ള ഒരു ഫോം ശരിക്കും നാഷ് ഫോം ഉണ്ട്. അതാണ് സംഭവം പറഞ്ഞത്. പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ആദ്യം കൊടുക്കുക, OTP വെരിഫിക്കേഷൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ വരും. അതിൽ നമുക്ക് ഡീറ്റെയിൽസും പാൻ ഡീറ്റെയിൽസും പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവർക്കും ഇത് എലിജിബിൾ ആയിട്ട് തന്നെ കിട്ടുക. സ്റ്റുഡൻസിനും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ കാർഡ് ലിമിറ്റ് നമുക്ക് കിട്ടും. കാർഡ് ലിമിറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഡിജിറ്റൽ ലോക്കർ വഴി വിയ ആധാർ കാർഡ് നമുക്ക്. പക്ഷേ ആധാർ കാർഡിൽ നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കൊരു 1 ടൈം ജോയിനിങ് ഫീസ് വരുന്നുണ്ട്, 530 rupees. ഇപ്പോഴാണ് സംഭവം ഈ ജോയിനിങ് ഫീസൊക്കെ തുടങ്ങിയിട്ടാണ്. ഞാൻ എടുക്കുന്ന സമയത്തൊന്നും ജോയിനിങ് ഫീസും കാണുന്നൊന്നും ഇല്ല. 530 നമ്മൾ ജോയിനിങ് ഫീസ് അടയ്ക്കണം. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും IFSC കോഡും അതുപോലത്തെ മാൻഡേറ്റ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് റെഡി ടു യൂസ് ആയിരിക്കും. വെർച്വൽ കാർഡാണ് കിട്ടുക. അതിൽ ഫിസിക്കൽ കാർഡ് സംഭവം നിർത്തിയിട്ട് കുറേ കാലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ.
പിന്നെ ഇപ്പോൾ ചെറിയ ഇഷ്യൂ വരുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കാർഡ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആദ്യം ഒരു ഓഫ്ലൈൻ പർച്ചേസിങ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതവർ മാറ്റം നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങളൊരു കൊല്ലമൊക്കെ നിങ്ങൾ ഈ സാധനം റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് RBLൻ്റെ ക്രെഡിറ്റ് സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഓഫറായിട്ട് കിട്ടും കേട്ടോ. പ്രീ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടും. ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് അഡ്രസ് പ്രൂഫും പാൻ കാർഡും മാരും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംഭവം കിട്ടും. അതാണ് നമ്മൾ ഈ ബജാജ് EMI കാർഡ് റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുണം കേട്ടോ. കറക്റ്റായിട്ട് മിസ് ചെയ്യാണ്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് എക്സ്ട്രാ അടയ്ക്കണം, ഞാൻ പറയുന്നില്ല. പിന്നെ ബജാജ് പേ വാലറ്റ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. ഡൗൺലോഡ് ബജാജ് പേ എന്നൊരു സംഭവമുണ്ട്. ഇവർക്ക് ബജാജ് വാലറ്റ് ഞങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് വീക്കെൻഡായിട്ട് ടൈപ്പ് ചെയ്തിട്ടൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇതിൽ SIP തുടങ്ങാം. അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫീസ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 530 ടാക്സ് വരും. ആഡ് ഓൺ കാർഡ് വേണമെങ്കിൽ 599 വരും. കൺവീനിയൻസ് ഫീ ആയിട്ട് 99 + GST വരും. ആദ്യത്തെ ഇമെയിൽ ലോൺ ആൻഡ് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് 99 + അത് ഫസ്റ്റ് ഇമെയിൽ തന്നെ വരിക കേട്ടോ. പിന്നെ ആനുവൽ ഫീ ആയിട്ട് നമുക്കിപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നുണ്ട് 117 രൂപ + ടാക്സ്. അപ്പോൾ എനിക്കൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എൻ്റെ ചാർജ് പിടിച്ചു തുടങ്ങി. ഒരു കഴിഞ്ഞ കൊല്ലം തൊട്ടാണ്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ചാർജ് ആനുവൽ ഫീസ്. പിന്നെ ഇതിൻ്റെ കുറച്ച് അതിൻ്റെ എന്താ പറയുക, എന്താണ് ബജാജ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ്, ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിലേക്കാണ് പോവുക. അതിൽ നിങ്ങൾ അപ്ലൈ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റ് കാണിക്കും. എന്നിട്ട് നിങ്ങൾ KYC ഫില്ല് ചെയ്താൽ മതിയിട്ടാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു 570 530 രൂപ എത്ര അടയ്ക്കേണ്ട വരും ചെയ്യില്ല. അത് അടയ്ക്കേണ്ട വരും, ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഓൺലൈൻ വഴി അടയ്ക്കേണ്ടി വരും, നല്ല കാർഡ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.